ഇത് ഭൂമി, തൊട്ടടുത്ത് കിടക്കുന്നത് നമ്മുടെ സൂര്യൻ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റേഴ്സ് ആണ്. നമ്മൾക്ക് 15 കോടി കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഖ്യയാണെന്നുണ്ടെങ്കിലും ആസ്ട്രോണോമിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ സൂര്യന്റെ ഏറ്റവും അടുത്തെടുക്കുന്ന നക്ഷത്രത്തിന്റെ പേരാണ് പ്രോക്സിമ സെഞ്ചുറി. ഇത് നമ്മുടെ സൂര്യനിൽ നിന്ന് 4.25 ലൈറ്റ് ഇയർ അകലത്തിലാണ് നിൽക്കുന്നത്. അതായത് 2,68,000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. നമ്മുടെ ഭൂമിയും സൂര്യനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ടൈംസ് 2,68,000 ആണ് ഈ ഒരു വാല്യൂ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. നമ്മൾക്കതൊരു വലിയ സംഖ്യയാണെങ്കിലും ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. അതുകൊണ്ടാണ് 15 കോടി കിലോമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയെ നമ്മൾ കേവലം ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആയിട്ട് കുറച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോ ഈ കാണുന്നത് ഒരു നക്ഷത്രമാണ്. അത് എന്തൊരു ദൂരത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ ഈ നക്ഷത്രം നമ്മുടെ സൂര്യനുമായിട്ട് എത്ര അകലത്തിലാണ് നിൽക്കുന്നത്? ഞാൻ ഈ ഒരു വീഡിയോക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാത്തിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആണ് എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ്, എങ്ങനെയാണ് ഈ സ്റ്റാറുകളുടെ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്ത് മെത്തേഡാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? എനിക്ക് എപ്പോഴും കിട്ടാറുള്ള ഒരു ചോദ്യമാണ്. കേൾക്കുമ്പോൾ വലിയ സംഭവം എന്നൊക്കെ തോന്നിക്കും, പക്ഷെ ശരിക്കും ഇത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം മാത്രമാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഭൂമി ഇവിടെ നിൽക്കുന്നുണ്ട്, ദൂരെ ആ പറയുന്ന ആ ഒരു സ്റ്റാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നടുക്ക് നമ്മുടെ സൂര്യൻ നിൽക്കുന്നുണ്ട്. ഭൂമി നമ്മുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഓർബിറ്റ് ഞാൻ ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭൂമി ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രം നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഒരു 6 മാസത്തിന് ശേഷം നമ്മുടെ ഭൂമി നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും. അപ്പോ ഈ സമയത്ത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതേ നക്ഷത്രം റൈറ്റ് സൈഡിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ നക്ഷത്രം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറിയത്? അതിന് ഉത്തരം പാരലാക്സ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോ ഇത് എന്തുകൊണ്ടാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തു നോക്കിയാൽ മതി. ആദ്യം ഒരു തംസ് അപ്പ് കൊടുക്കാം, എന്നിട്ട് നേരെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ഈ തള്ളവിരലിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഈ തുറന്നു പിടിച്ച കണ്ണ് അടയ്ക്കുകയും മറ്റേ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ അനക്കാതെ തന്നെ ഈ വിരലിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. എന്റെ ഈ മൂക്കിന്റെ ഈ ഒരു പൊസിഷനിലാണ് ശരിക്കും നമ്മുടെ സൂര്യൻ നിൽക്കുന്നത്. അതായത് സെന്റർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഈ ഒരു കണ്ണിന്റെ പൊസിഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമി ആദ്യമായിട്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, അതായത് ഈ ഒരു പൊസിഷൻ. ഇനി ഈ ഒരു കണ്ണിന്റെ പൊസിഷനാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ ആ ഒരു 6 മാസത്തിന് ശേഷം ഭൂമി നിൽക്കുന്ന ഈ രണ്ടാമത്തെ ഈ ഒരു പൊസിഷൻ. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ തള്ളവിരലാണ് ആ ദൂരത്ത് നിൽക്കുന്ന ആ ഒരു നക്ഷത്രം എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പോ ഭൂമി ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ റൈറ്റ് കണ്ണ് അടച്ചു നിൽക്കുന്ന അതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതായത് നമ്മുടെ തള്ളവിരൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഭൂമി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കണ്ണടക്കുകയും ഈ തള്ളവിരലിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് ഈ നക്ഷത്രത്തിന്റെ പൊസിഷൻ ഭൂമി ഈ 2 സ്ഥലത്ത് നിൽക്കുമ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പ്രതിഭാസത്തെയാണ് ശരിക്കും നമ്മൾ പാരലാക്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു നക്ഷത്രം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഈ നക്ഷത്രം ഷിഫ്റ്റ് ആയില്ലേ, അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും മെഷർ ചെയ്യണം. അപ്പോ ഇതിനെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആംഗിൾസിനെയാണ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഭൂമി ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്രം ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്രം ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോ ഈ 2 ചിത്രങ്ങളും ഞാൻ ഒരുമിച്ച് വെക്കുമ്പോഴാണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഡയഗ്രാം കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരു നക്ഷത്രത്തെ നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോ ആ ടെലിസ്കോപ്പ് നമ്മുടെ ഭൂമിയിൽ ഒരേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ 2 സമയത്തും. അപ്പോ ആ ടെലിസ്കോപ്പ് വച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനാണ് നിങ്ങളിപ്പോ ഈ നടുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു പോയിന്റ്. ഇനി ഈ 2 സിറ്റുവേഷനിലും ഈ നക്ഷത്രം നിൽക്കുന്ന ആ ഒരു പോയിന്റും ഈ ടെലിസ്കോപ്പ് വച്ചിരിക്കുന്ന ആ ഒരു സ്ഥലവുമായിട്ട് നിങ്ങൾ ഒരു വര വെച്ച് കൂട്ടിമുട്ടിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇത് തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത്.
ഇനി നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കാം. ഇവിടെ ഭൂമി ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, പിന്നെ ഭൂമി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഈ നക്ഷത്രമായിക്കോട്ടെ നിങ്ങളിപ്പോ ഈ കാണുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ നക്ഷത്രം നിൽക്കുന്ന ആ ഒരു പോയിന്റും ഈ ഭൂമി ആദ്യം നിൽക്കുന്ന ആ ഒരു പോയിന്റും ഭൂമി രണ്ടാമത് നിൽക്കുന്ന ആ ഒരു പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ പോലെ വരച്ചെടുത്തു. ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഈ നക്ഷത്രവും ഈ രണ്ട് ഭൂമിയുടെ പൊസിഷൻ തമ്മിലുള്ള ആ ഒരു ലൈനുമായിട്ട് എനിക്കൊരു ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ആംഗിൾ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ആംഗിൾ ആണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് നേരത്തെ പാരലാക്സ് എഫക്റ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ ഈ കാണുന്ന ആ ഒരു ഡയഗ്രത്തിന്റെ അകത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഒരു പാരലാക്സ് ആംഗിൾ ഇല്ലേ, ആ സെയിം വാല്യൂ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു സംഭവത്തിലും ആംഗിൾ ആയിട്ട് കിട്ടുക. അതിന്റെ കാരണം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചിട്ട് അത് കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോ നമുക്ക് ഇവിടുത്തെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉടായ്പാണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇതിനൊരു ഉടായ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് അത്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കണമെങ്കിൽ ഇതിനെ പകുതിയായിട്ട് കട്ട് ചെയ്താൽ മതി. ഇവിടെ ഈ ട്രയാങ്കിളിനെ പകുതിയായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ പാരലാക്സ് ആംഗിളും പകുതിയായിട്ട് കട്ടാവുകയാണ്. അതായത് ഇവിടുത്തെ ആംഗിളിന്റെ വാല്യൂ തീറ്റ ആണെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് θ/2 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും. ഇനി നിങ്ങൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒബ്സർവ് ചെയ്ത് നോക്കാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ്. പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ നക്ഷത്രം നമ്മുടെ സൂര്യനുമായിട്ട് എത്ര അകലത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഇവിടെ രണ്ട് നോൺ വാല്യൂസ് ഉണ്ട്. അതായത് ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കറിയാം, പിന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം നമുക്കറിയാം. അപ്പോ ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഈ തേർഡ് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ നമ്മുടെ പ്രോബ്ലം. അതിനുവേണ്ടി നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബേസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ്. അതാണ് ഇവിടുത്തെ ഫോർമുല. ഇവിടെ ടാൻ തീറ്റ എന്നുള്ള ഒരു വാല്യൂ നമുക്ക് θ/2 എന്ന് കൺസിഡർ ചെയ്യാം. അതിന്റെ കാരണം എന്താണ്, ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ θ/2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടാൻ θ/2 ഈസ് ഈക്വൽ ടു ബേസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഫോർമുല വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വലിയൊരു വീഡിയോക്കുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സൂര്യനും ഈ സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ഹൈറ്റ് ആണ് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഫോർമുലേനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ ഈ ഫോർമുല റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഹൈറ്റ് ഇസ് ഈക്വൽ ടു ബേസ് ബൈ ടാൻ θ/2 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ θ/2 എന്നുള്ളത് പാരലാക്സ് ആംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് θ/2നെ P എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഈ ഇക്വേഷനിലേക്ക് നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതായത് സൂര്യനും ഈ നക്ഷത്രവും തമ്മിലുള്ള അകലം നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ആണ് ബേസ്. അതായത് സൂര്യനും നമ്മുടെ ഭൂമിയും തമ്മിലുള്ള അകലം, അതായത് 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് പാരലാക്സ് ആംഗിൾ ആയിട്ടുള്ള P ആണ്. ഈ ആംഗിൾ ആയിക്കോട്ടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും. അങ്ങനെ നമുക്ക് ഇവിടെ പാരലാക്സ് ആംഗിളും കിട്ടി, ബേസും കിട്ടി. ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് കിട്ടും. നമ്മുടെ സൂര്യന്റെ ഏറ്റവും അടുത്തെടുക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. ഈ നക്ഷത്രം നമ്മുടെ ഭൂമിയും തമ്മിൽ ഉണ്ടാക്കുന്ന പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത് 0.00021 ഡിഗ്രീസ് ആണ്. വളരെ 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 ചെറിയ ഒരു പാരലാക്സ് ആംഗിൾ ആണ് ശരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പാരലാക്സ് ആംഗിൾ ഇത്രയും ചെറുതാവാൻ കാരണം ഇത് വളരെ അധികം ദൂരത്ത് കിടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഈ ഒരു വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2,68,616 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷന്റെ അകത്ത് ബേസ് എന്ന് പറയുന്നത് 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2,68,616 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്നായിരിക്കും. ഇനി ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഒരു ലൈറ്റ് ഇയർ കാൽക്കുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് 4.25 ലൈറ്റ് ഇയർ എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഇസ് ഈക്വൽ ടു ബേസ് ബൈ ടാൻ P എന്ന് കിട്ടും. ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കാണാൻ കഴിയും. D is equal to 1/P എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ടാൻ എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല.
ഇവിടെ പി എന്ന് പറയുന്നത് പാരലാക്സ് ആംഗിൾ തന്നെയാണ്, പക്ഷേ ഇതിനെ ആർക്ക് സെക്കൻഡ് ആയിട്ടാണ് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രധാന കാരണം എന്താണ്? ഈ പറയുന്ന നക്ഷത്രങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ദൂരത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നെറ്റിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എച്ചിന് പകരം ഡി എന്നായിരിക്കും കാണിക്കുന്നത്. രണ്ടും സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് ഏകദേശം 100-ൽ പരം ആൾക്കാരുണ്ടത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, അതിനുള്ളൊരു ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.